നിന്റെ നമ്പർ കിട്ടിയിട്ട് അവളെ വിളിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണ ലോകത്തിലെ ഫസ്റ്റ് മലയാളി അത് നീ ആയിരിക്കും. യു ആർ സച്ച് എ ലൂസർ മാൻ. പറഞ്ഞോണ്ടൊന്നും വിചാരിക്കരുത്. ഫുൾ ഓഫ് ഇന്ത്യ. നിങ്ങളുടെ ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ചോളാം. ഒറ്റക്ക് ഉണ്ടാക്കിയോ എടാ എങ്ങനെ മാങ്ങാത്തുലി. നീ ഒരു ഹലോ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് തുടങ്ങ്. ആ ഹലോ 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 ഹലോ. You seem to have dialed an incorrect number. യു സിം ടു Please check the number and call back. എന്തുറ്റി? എടാ ഇങ്ങനൊരു നമ്പർ ഇല്ലെന്ന്. നമ്പർ ഇല്ലെന്നാ? നമ്പർ ഇല്ലാണ്ടിരിക്കോ? ഇതായിരുന്നല്ലോ. കാട്ടെ എടുത്ത 9 കൊല്ലുള്ളു. പിശാച് പറ്റിച്ച. അപ്പൊ നീ ഇതുവരെ അടിച്ചേക്കണ മെസ്സേജ് ഒന്നും അവക്ക് പോയിട്ടില്ല. ശ്ശേ. എടാ ഒരു കാര്യം ചെയ്യുമ്പോ അത് നല്ല വൃത്തിയോട് കൂടി ചെയ്യണം. വെറുതെ 9 ഒക്കെ ഉള്ള ഫോൺ നമ്പർ പിടിച്ചുകൊണ്ടിരിക്കണേ ശാപം. പക്ഷെ നമ്പർ ഇതന്നെ. ഇനിയിപ്പ എന്ത് ചെയ്യും? വഴിയുണ്ട്. സാഹചര്യത്തിന്റെ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് അവസാനത്തക്കൊരിക്കും മിസ്സായിക്കണം. നമുക്കതിലൊരു ലസാഗുസാഗി കളി ചോദിക്കല. ഒത്ത് എങ്ങനെ? നീ ഫോൺ കിടന്നേ, നമുക്കൊരു ഒന്നി പിടിക്കാം. ഷാഫി. ഷാഫ് ചേട്ടാ, സ്ഥലത്ത് എവിടാ? അമനം. സോറി, മാറിപ്പോയി. നമുക്കൊരു ടൂടാ തെറ്റായിരിക്കും. ഹലോ ഹലോ ഹലോ, ഇത് ദിയുടെ നമ്പർ അല്ലേ? ആണെങ്കിൽ ഇത് ദിയ അല്ലേ? തീയല്ല ചേട്ടൻ അതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ വിളിച്ചോ. ചേച്ചി കൂട്ടുകാരും കൂടെ പിന്നെ വിളിക്കട്ടാ. ഇതല്ല മറ്റേ ടീം. നീ തന്നെ നടപടിയാത്ത കേസാ. ഇത് സാധാരണ വർക്കൗട്ട് വേണ്ട. ഇനി അങ്ങനെ ആണെങ്കിലും ഈ പാതിരാത്രിക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞാ മോശല്ലടാ. അയ്യേ, നമ്മ ആമ്പിളേരെ വിചാരിക്കാൻ പാടില്ല. വേണ്ട. എന്തും അതിന്റെ നിന്റെയൊക്കെ എന്തായാലും ചേച്ചിയുടെ നമ്പർ കളഞ്ഞോ. I'm still waiting for the picture. I'm still waiting for the picture. അവളെനിക്ക് മെസ്സേജ് അയച്ചു. നോക്ക്. I am still waiting for the picture. കേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് നമ്പറാണ് മാറിപ്പോയിക്കുന്നത്. ഏതാണ് നോക്കട്ടെ? 0. 0 നമ്പർ. ഞാനിതൊരു ഒന്നാണ് ചോദിച്ചേക്കണത്. കറക്റ്റാണ്. 0 1 2 3 0 soon. Coming soon. റിപ്ലൈ കൊടുത്തോ? Jerry is so cute. Oh, Jerry is so cute. Jerry is so cute. നീ എന്റെ നീ എന്നടിക്ക് അണ്ട് മറ്റേ നല്ല സ്മൈലി ഇല്ലേ അത് കിട്ടും. വർക്കൗട്ടാണ്. എന്റെ അനിയൻ. ഓക്കെയാണ്, സെറ്റാണ്. വരും വരും വരും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, മറ്റേ ഈ നല്ല സ്മൈലി ഇല്ലേ അതും കിട്ടും. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ടോക്സ് അല്ലേ? നിനക്ക് എന്താ കാര്യം? എടുത്ത് ഓക്കെ നീ പോടാ. എടുത്ത് ശരിക്കും ഓക്കെ എടുത്ത് ഓക്കെ. Going to sleep. What പരിപാടി? Painting competition? Dog show? Cat show? എൻഗേജ്മെന്റ്. എടാ അവളുടെ എൻഗേജ്മെന്റ് ആണെന്ന്. അടിയിട്ടല്ലേ? ഓ പറയാൻ പാടില്ലായിരുന്നു. മോശമായി പോയി. You didn't tell me. ഇവൻ ആത്മഹത്യയോ? നീ ഒരു കാര്യം ചെയ്യ്, വിശപ്പെടുത്തോ? അപേക്ഷ നോക്ക്, പോട്ടെ.
100 ml 32 കാലറീസ്. അപ്പോ ഒരു കുപ്പിയിൽ 208 കാലറീസ്. ഓ വെറുതെ നിന്നെപ്പോലത്തെ കള്ളുടിക്കാത്ത എനിക്ക് പെണ്ണ് കിട്ടത്. തേണ്ടി. നമ്മുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. എടാ നമ്മള് ജസ്റ്റ് അവളെ കണ്ട് വിഷ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരും കേട്ടാ. നീ കൂടുതൽ പരാക്രമം ഒന്നും കാണിക്കാൻ പോലും മനസ്സിലായില്ല. അല്ല പോത്തു ഇങ്ങനത്തെ കേസുകളൊക്കെ കൂട്ടുകാർക്കായിരിക്കുമല്ലോ അടിപൊളി കിട്ടും. എടാ ഫുഡ് ഇവിടെ ഇരിക്കും വീട്ടിലായിരിക്കും. പുതുശ്ശേരി ജോസഫ് ആന്റണിയുടെയും തെരേസയുടെയും മകൻ വിക്ടർ ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. പോയി. പ്ലാങ്കയിൽ ഗിയോർഗീസിന്റെയും അന്നമ്മയുടെയും മകൾ പ്രിയയെ ഭാര്യയായി സ്വീകരിക്കാൻ. എടാ പ്രിയ എന്നല്ല പറഞ്ഞു ദിയ. പുതുശ്ശേരി ജോസഫ് ആന്റണിയുടെ മകൻ വിക്ടർ ജോസഫും പ്ലാങ്കയിൽ ഗിയോർഗീസിന്റെ മകൾ പ്രിയയും വിവാഹം കഴിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ട്, എനിക്ക് എതിർപ്പുണ്ട്. എടി ഡൂളിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പെണ്ണ് പെണ്ണ അതവളല്ല. ആ അത് കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ്. ലോകത്തിൽ ഒരു ശക്തിക്ക് ഞങ്ങളെ വേർപിരിക്കാനാവില്ല. മതങ്ങളുടെയും സദാചാരത്തിന്റെയും കെട്ടുമാറാപ്പുകൾ പൊട്ടിച്ചെറിഞ്ഞ് പച്ചപ്പുൽമേടുകൾ മാത്രം നിറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് ചേക്കേറി വാഴാ. നീ എന്റെ കൂടെ വരൂ കൂട്ടുകാരാ. ഇത് ഫ്രാൻസിസ് പുണ്യാളുടെ ബസിലിക്ക പള്ളിയല്ലേ? ഇത് ചേന്നൂർ സെന്റ് ആനീസ് പള്ളിയാണ്. പള്ളി മാറിപ്പോയി. പള്ളി ആണും മാറിപ്പോയി. കാര്യം നടക്കട്ടെ. പിടിക്കണോ? സ്വബോധമുള്ള ആർക്കെങ്കിലും ഈ വിവാഹത്തിന് എതിർപ്പുണ്ടോ? ഹായ്. ഹായ്. പേടിച്ചു പോയി. ഭ്രാന്തനായിരുന്നല്ലേ? എന്താ ചിരിക്കുന്നേ? ഏയ് അല്ല, ഞാൻ വിചാരിച്ചു ദിയുടെ എൻഗേജ്മെന്റ് ആണെന്ന്. അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിന്? ചുമ്മാ. ഹായ്. ഹലോ. തന്റെ മനസ്സമ്മതത്തിന് ഇങ്ങനെ വല്ല ഭ്രാന്തന്മാരും കയറി വരും. ഇതുവരെ അങ്ങനെ ഭ്രാന്തന്മാരാരുമില്ല. ഇനി വരുമോന്നറിയില്ല.